ഇന്ന് ഞാനൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിധിക്കോയി നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മളെ വീട്ടിലുള്ള ഒരുവിധം വിഭവങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 പച്ചമുളകും ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഇളക്കി എടുക്കുമ്പോഴാണ് ആ ഒരു കറിയിലേക്ക് നല്ലൊരു കളറ് കിട്ടുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെക്കണം. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു അടുപ്പിൽ വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഏലക്ക, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 2 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് 1 മിനിറ്റോളം ഒന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചെറിയൊരു രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ആ ഒരു ചട്ടിയിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ആ ഒരു ഉള്ളി തക്കാളിയൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ മസാല ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, അതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ചിക്കന് ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഇതുപോലെ നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരല്പം മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണവും നല്ലൊരു രുചിയൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ആ ഒരു വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഈ ഒരു സൈസിലുള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, ഒരു കുടുക്ക എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഈത്തപ്പഴം, അതുപോലെ തന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ബദാം, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 കാടമുട്ടയും 1 കോഴിമുട്ട പുഴുങ്ങിയതാണ് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റായിട്ട് ആ ഒരു കുടുക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ആ ഒരു ചിക്കൻ കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു പകുതിയോളം നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു നട്ട്സും അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം.
ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നെയ്ച്ചോറ്, അതുപോലെ തന്നെ പൂരി, ചപ്പാത്തി, അരിപ്പത്തിരി അങ്ങനത്തെ ഒക്കെ വിഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാം, ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ കടലയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ഗ്രേവി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും നമുക്ക് ആ ഒരു മല്ലിയിലയും പുതിനയിലയും പിന്നെ അതേപോലെ തന്നെ നട്ട്സ് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലേക്കെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിൽ വാഴയില വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യണം. പിന്നെ നമ്മൾ സാധാരണ പൊതി പൊറോട്ടയൊക്കെ കഴിക്കാറില്ലേ, അതിലും രുചി തന്നെ പറയാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അധികമായിട്ട് വരുന്ന ആ ഒരു വാഴയിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി ചെമ്പാണ്. ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നിധിക്കോയി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു രുചിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മളെ നട്ട്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ നിത്തി പോലെ നമ്മളെ ഈ ഒരു ചിക്കൻ ഗ്രേവി നിൽക്കുന്ന കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കഴിക്കുന്നത് പത്തിരിൻ്റെ കൂടെയാണ് കേട്ടോ. നല്ല അരിപ്പത്തിരിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്